ലോകമാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി 360 ഡിഗ്രി ഗെയിം ഷോ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു ആദ്യമേ പറയട്ടെ, കാരണം നിങ്ങൾ തരുന്ന റെസ്പോൺസ് വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് തരുന്നതിന് വളരെയധികം നന്ദി. ഒപ്പം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് സമ്മാനം കിട്ടുന്നു എന്ന് അറിയുന്നതിലും ഭയങ്കര സന്തോഷം. ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് കാണുന്ന ആൾക്കാർക്കും ഉറപ്പായും സമ്മാനം സ്വന്തമാക്കാൻ അവസരമുള്ള ഒരു ഷോ കൂടിയാണ് ഫ്ലവേഴ്സിന്റെ ഈ ഒരു സ്മാർട്ട് ഷോ. സ്വാഗതം നിങ്ങൾക്ക് പറയുന്നതിനോടൊപ്പം പറയേണ്ടത് നമ്മുടെ ഓഡിയൻസിന് വെൽക്കം. ഉള്ള നിങ്ങളുടെ കയ്യിലാട്ടാ, അവർക്കുള്ള സപ്പോർട്ടും ഒപ്പം നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ കളിക്കാൻ തയ്യാറെടുത്തോളൂ. ഓടാൻ റെഡിയെങ്കിൽ നേടാൻ മടിക്കണ്ട. ഓക്കെ, റെഡിയല്ലേ? ഇനി നമ്മുടെ ഒരു നിലവറ നിറച്ചും സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നിലവറയിലോട്ട് നമുക്കൊന്ന് പോവാം. ആ നിലവറയ്ക്ക് ഒരു സൂക്ഷിപ്പുകാരിയുണ്ട്, നമ്മുടെ സ്വന്തം ബറോസ് നിലവറ തൻ റാണി മീനാക്ഷി സുധീർ. കെട്ടിയിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ സംഭവം? സമ്മാനങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുമായിരുന്നു. നമ്മുടെ സ്മാർട്ട് സ്റ്റാർസ് വരുമ്പോ അവർക്ക് കൊടുക്കാനായിട്ട്. ടാസ്കുകളെല്ലാം സെറ്റായോ? പിന്നെ ഇന്ന് നല്ല കിടിലൻ വെറൈറ്റി ടാസ്കുകളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി സമ്മാനങ്ങളും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ടീം എ ആയിട്ട് ഇവിടെ എത്തുന്ന സ്മാർട്ട് സ്റ്റാർസ് എന്ന് പറയുന്നത് ഒന്ന് ഡാൻസിംഗില്, അതായത് ഇഫ് ഈസ് ഓൺ സ്റ്റേജ് ആ ഡാൻസിന്റെ കാര്യത്തിൽ പറഞ്ഞ സൂപ്പർ സ്റ്റാറാണ്. ഇന്നിപ്പോ സിനിമയിലും ഒക്കെ ഗംഭീര റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം റംസാൻ. ആൻഡ് ഓഫ് കോഴ്സ് അലോങ് വിത്ത് ഹിം എടുത്തു പറയേണ്ടത് ആനന്ദം എന്ന് പറയുന്ന ഒരു ഒറ്റ ചിത്രത്തിൽ കൂടെ തന്നെ കുപ്പി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ആയി. പിന്നീട് ഇന്ന് മലയാളത്തിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റിയും ഫുട്ടേജും പോലുള്ള ഉഗ്രൻ സിനിമകളിൽ ഗംഭീര ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശാഖ്. ഇവരെ രണ്ടുപേരെയുമാണ് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാനുള്ള. ലെറ്റ്സ് വെൽക്കം ടീം എ. Please, please, come on. Thank you, Anna. Support you, Anna. Welcome. ആദ്യമേ പറയട്ടെ, വെൽക്കം. റംസാനെ, കമലഹാസൻ സാറിന്റെ കൂടെ നമ്മളൊരു ഷോ ചെയ്തു. അന്ന് കമൽ സാറ് ഇത് കണ്ടിട്ട്, അന്ന് കമൽ സാർ ശരിക്കും പറഞ്ഞാല് ആദ്യമായിട്ടാണ് റംസാന്റെ പെർഫോമൻസ് അന്ന് കാണുന്നത്. കണ്ടിട്ട് ആക്ച്വലി കേം, എന്നിട്ട് മാനേജറിനെ വിളിച്ച് നമ്പറും ഒക്കെ വാങ്ങിച്ചില്ലേ റംസാൻ അടിപൊളി ഡാൻസ് ഡൂയിങ്. ഇത് മാത്രമല്ല, സിനിമയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. റൈഫിൾ ക്ലബിൽ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അതിനിപ്പോ അടുത്ത പടമല്ലേ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആ ചാക്കോച്ച ഓടിച്ചിട്ട് ഇടിക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം? ചെറുതായിട്ട് അല്ല, അത് വൈറലായില്ലേ ആ വീഡിയോ? എടപ്പള്ളിയിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ എന്തായാലും അറിയായിരുന്നു എന്തെങ്കിലും ഒരു കണ്ടന്റ് പുറത്ത് പോകുമെന്ന്. അത് കൃത്യം എന്നെ റോട്ടിലിട്ട് ഓടിക്കുന്നത് പോകുന്ന അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാരെടുത്ത് വൈറലായത്. വിശാഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വിശാഖിന്റെ ആനന്ദം തൊട്ട് അന്നോട്ട് ഈ കുപ്പി എന്നുള്ള പേര് മാറ്റിയെടുക്കാൻ കുറെ സമയം എടുത്തല്ലേ വിശാഖ്? ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ആ കുപ്പിയിൽ നിന്നും ഒന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലേ ഒരുപാട് പടങ്ങൾക്ക് ഒരുപാട് ചെയ്തു. ഹൃദയത്തിന് വേണ്ടിയിട്ട് യുവ കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലേ? അതുപോലെ ചെയ്തിരിക്കുന്ന റോളുകളെല്ലാം ഭയങ്കര ഡെഫിനറ്റീവ് ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകളാണ് ചെയ്തിട്ടുള്ളത്. ഫുട്ടേജ്, വാട്ട് എ ക്യാരക്ടർ. അത് എന്തൊരു എക്സ്പെരിമെന്റ് ആ സിനിമ. മലയാളത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്ന സിനിമ. ആൻഡ് ഐഡന്റിറ്റിയിലെ ക്യാരക്ടർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു IT ആണെങ്കിൽ നേരെ അങ്ങോട്ട് വിശാഖിലോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓഫീസർ അത് മാറ്റി കിട്ടും. ഓഫീസറില് അഗൈൻ വിശാഖിന്റെ ഈ പറയുമ്പോ തന്നെ വിശാഖിന് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തേടി വരുന്നു എന്നുള്ളത് ഭയങ്കര രസമുള്ള, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പൊ കണ്ടുവരാത്ത സ്റ്റൈലുള്ള ആക്ടിങ് സ്റ്റൈൽ കൊടുക്കുന്നുണ്ട് വിശാഖ്. അപ്പൊ രണ്ടുപേരും
വീടൊക്കെ വെച്ചായിരുന്നോ? സ്വന്തം വീടൊക്കെ വെച്ചിട്ടുണ്ടോ? എപ്പോട്ടെ ഇല്ല. കല്യാണം വീടൊക്കെ വെക്കാൻ കഴിഞ്ഞു. പാടില്ല. വീട് ഫ്ലാറ്റ് ആ, കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നാണോ ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു, വിശാല കല്യാണം കഴിഞ്ഞു ആണോ? 3 വർഷമായി വലിയ കുട്ടിയായപ്പോ. പക്ഷെ അറിഞ്ഞില്ല. പക്ഷെ റംസാൻ ഇപ്പോഴെങ്കിലും മാർക്കറ്റിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു. അല്ലേ റംസാൻ? ഇല്ലല്ലോ, ഒരുപാട് സാധനങ്ങൾ നിങ്ങളെ കാത്ത് നിലവറയിൽ. ഇത് കല്യാണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ല, വീട്ടിൽ കൊണ്ടുപോകാനേ പറഞ്ഞുള്ളൂ. ആവശ്യമുള്ള സാധനങ്ങളാ അല്ലേ? അതെ തീർച്ചയായിട്ടും എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ചെറുതായിട്ട്. ആ കാർ എങ്ങനെ പുറത്തെടുക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുക. അവസരമുണ്ട്, അതുവരെ എത്തണം എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് അടുത്ത ടീമിനെ വിളിക്കണ്ടേ? യെസ്. ഓക്കെ, അഗൈൻ ഡാൻസേഴ്സ്. നൃത്തവേദിയിലെ മനപ്പൊരുത്തം വിവാഹവേദിയിൽ എത്തിച്ച ആൾക്കാരാണ്. ആ നർത്തക ദമ്പതികളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അതുൽ ആൻഡ് നന്ദന, വെൽക്കം. കോമളദൃഢഗാത്രം മാനസമതിലോലം ചഞ്ചലമണിനേത്രം മഞ്ജുളമധുപാത്രം വെൺമതികളെ പോൽ പുതിയൊരു നരനിവനിൽ കണ്ണുകളിൽ സായകനിരഞ്ജനകളിതാ പതഞ്ഞു തൂവും രതിവിലാസം നിറങ്ങളായി. നന്ദന, അതുൽ, ഹായ്, വെൽക്കം ബാക്ക് ഫ്ലോറിലേക്ക്. നമസ്കാരം. ഇന്നിവിടെ ഡാൻസ് കൊണ്ട് നിറയ്ക്കും നമ്മൾ. അതെ, വിശാഖ നല്ലൊരു ഡാൻസ് ചെയ്യുന്നത്. താങ്ക് യു. നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ. അത് സത്യം, നല്ലൊരു dance കളിക്കുന്നത്. ബാക്കി 3 പേരും ഡാൻസേഴ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ്. നന്ദന, വെൽക്കം. താങ്ക് യു. അതുലിനെ നമ്മൾ ഇവിടെ ഇതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഷോയിലല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മിക്കേണ്ടി വരുമല്ലോ. അവിടെ തുടങ്ങിയാണല്ലോ നിങ്ങളുടെ ജീവിതം. അതുലേ, അന്ന് ആ ഡാൻസ് കണ്ടിട്ട്, കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ച ഡാൻസ് കണ്ടിട്ട് ഒരു പെൺകുട്ടി താങ്കളുമായി ബന്ധപ്പെട്ടു എന്ന് കേട്ടിരുന്നു. അതെ, ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു. ഇല്ലേ? അപ്പൊ നമ്മള് ജാട കാണിക്കാൻ പാടില്ലല്ലോ. ഇല്ല, അപ്പൊ ഞാൻ നമുക്ക് വീട് സ്ഥലമൊക്കെ ചോദിച്ചു. അതെ. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ സംസാരമായി. പിന്നെ പിന്നെ ജനങ്ങളുടെ ഇടയിൽ സംസാരമായി, ഇത് വീട്ടുകാരുടെ സംസാരം. പിന്നെ വീട്ടുകാരുടെ സംസാരമായി, നാട്ടുകാരെ കൊണ്ട് പറയും. ഇവിടെ നിക്കണോന്നല്ലേ? അതെ, അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഇപ്പൊ ഇവിടെ എത്തി. നന്ദനയ്ക്ക് അന്ന് ആ കോമഡി ഉത്സവത്തിൽ കണ്ട ഡാൻസിൽ എന്ത് കണ്ടിട്ടാണ് അതുലിന്റെ മെസ്സേജ്? ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ പക്ഷേ ഏതാണ്ട് ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയിട്ട് ഡാൻസുമായിട്ട് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? അതെ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകും. എങ്ങനെയാണ് ഡാൻസ് ഷോസ് ഒക്കെ നന്ദനയ്ക്ക്? ഞാൻ ആക്ച്വലി ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അന്ന് കൊറിയോഗ്രാഫർ ഇവനായിരുന്നു. കാണുന്ന പോലെ ഒന്നല്ല, ഒരു മയവും ഇല്ല ആണല്ലേ? പഠിപ്പിക്കണേല്. അങ്ങനെ വേണമല്ലോ. ആ, ഞാൻ പകരം ഇപ്പൊ അനുഭവിക്കുന്നില്ലേ വീട്ടിൽ? ഒറ്റ റൗണ്ട് ഞാൻ പഠിപ്പിച്ചുള്ളൂ, അതോടെ ഞാൻ നിർത്തി. അത് നടക്കില്ല എന്ന് മനസ്സിലായി. അത് കാരണം എത്ര റൗണ്ടായി ഇപ്പൊ വീട്ടിൽ പഠിക്കുന്നത്. അതെ True. ഓക്കെ, ഇന്ന് നമ്മള് ഓടാൻ റെഡിയെങ്കിൽ നേടാൻ തയ്യാറെടുത്തോളൂ എന്നാണ് കേട്ടാ. ഓൾ സെറ്റ് ആയിക്കോ, ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്ത് നിന്നോ Yes. കേട്ടാ. റെഡി അല്ലേ? റെഡിയാണ്. നന്ദന, അതുൽ, വെൽക്കം. അപ്പൊ തുടങ്ങാം നമുക്ക്. Are you ready? Ready for round 1, rapid shopping round. ഓടു വാരു നേടു. Time for round 1, rapid shopping round. അതായത് ഓടു വാരു നേടു. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ചോദ്യം ഒരു ബസർ റൗണ്ട് ആണ്. ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ് 2 കൂട്ടർക്കും തരുന്നത്. ചോദ്യം കേട്ടതിന് ശേഷം ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തുക, ഉത്തരം പറയുക. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1000 പോയിന്റ് ആണ്. ഈ 1000 പോയിന്റ്സ് നമ്മുടെ നിലവറയ്ക്കുള്ളിൽ 1000 രൂപയാണ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയം. ഈ 30 സെക്കൻഡ് സമയം കൊണ്ട് നമ്മുടെ ഗ്രോസറി സെക്ഷൻ കണ്ടല്ലോ, പലചരക്ക് സെക്ഷൻ കണ്ടല്ലോ, അവിടെ നിന്ന് ഇഷ്ടമുള്ളത്രയും സാധനം എടുക്കുക. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള കാശ് 1000 രൂപയാണ്. അതിൽ താഴെയാണെങ്കിൽ ആ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക്. ഓക്കെ, റെഡി? മനസ്സിലായല്ലോ? അപ്പോ ഹാൻഡ്സ് ഓൺ ദ ബസർ, ഗെറ്റ് റെഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1. എത്ര സ്നേഹിച്ചാലും എല്ലാവരും പിന്നിൽ നിന്ന് കുത്തുന്നത് ആരെയാണ്? ആ, കിട്ടി. നന്ദന വെറുതെ പ്രസ് ചെയ്തതാണ്. പോയിന്റ് അല്ല, എത്ര സ്നേഹിച്ചാലും പുറകെ കുത്തുന്നത് ആരെയാണ്? നന്ദനാണ്. പക്ഷെ പിന്നിലല്ലോ, മുമ്പിലല്ലേ പപ്പടത്തിനെ കുത്തുക. പപ്പടത്തിന്റെ പപ്പടത്തിന്റെ പിന്നെ ഏതാണ് മുന്നേ ഏതാണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ. പക്ഷെ പപ്പടത്തിനെ നമ്മൾ മുന്നിൽ തന്നെ നോക്കിയിട്ടല്ലേ കുത്തുക, അല്ലേ? പിന്നിൽ നിന്നും കുത്തുന്നത് വേറെ ആളെ. എന്തായാലും നിങ്ങൾ തെറ്റിച്ചുത്തരം പറഞ്ഞതുകൊണ്ട് നേരെ അവരിലേക്കൊന്ന് പോവാം. നിങ്ങൾക്ക് ഉത്തരം അറിയോ? നിന്റെ ഉത്തരല്ലേ നീ കാള പശു
അത് പിന്നീന്നല്ലേ എന്റെ അയ്യേ, ഒന്നാമതൊരു മനുഷ്യരാണ് നിങ്ങൾ. ഈ ഉത്തരമേ വേണ്ട, നിങ്ങൾ വേറെ പറഞ്ഞു. മൊബൈൽ ഫോൺ. അതും മുന്നിൽ നിന്നല്ലേ കുത്തുന്നത്. പപ്പടമായിട്ട് ചെറിയ ബന്ധമുള്ള സാധനമാണ്. കറക്റ്റ് ആക്ഷൻ ആണല്ലോ. ചാർജർ ആണോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. പപ്പടത്തിനെ കുത്തും. കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ചാർജറും പപ്പടവും തമ്മിലുള്ള ബന്ധം എനിക്ക് ആദ്യം മനസ്സിലായി. പുട്ട് പറഞ്ഞോ? പുട്ട്. കുട്ടി ഇവിടെ ഒരാൾ കുറ്റി പറഞ്ഞു, പക്ഷെ പുട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്റെ പൊന്ന്. പിന്നല്ലോ അത് ഈ അടിയെന്നല്ലേ? പുട്ടിനെ എങ്ങനെ സ്നേഹിക്കുന്നത്? അടിയെന്നല്ലേ അത്? അത് ബാക്കി നമ്മളെങ്ങനെ കാളനെ സ്നേഹിക്കുന്നത്? പുട്ടിനോട് സ്നേഹമില്ലെങ്കിലും ആ കാളയോട് പശുവിനോട് സ്നേഹിക്കും. പുട്ടിനെ എങ്ങനെ സ്നേഹിക്കും? പിന്നീ നിന്നും കുത്തുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് എന്താണ് സംഭവം? അല്ല, പുട്ടിന്റെ കാര്യം മനസ്സിലായി. കാളയുടെ നമ്മൾ ഈ വൈറൽ വീഡിയോസ് കണ്ടല്ലേ, കാളൊക്കെ വന്നിങ്ങനെ കുത്തുന്നത്, അതൊക്കെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തൂക്കി എറിയുന്നത്. ചവിട്ടുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അത് കുതിര. ആ, കുതിരയും കാളയ്ക്കും ഒക്കെ കാലുകൊണ്ട് ചവിട്ടാനല്ലേ പറ്റുള്ളൂ. മുമ്പിൽ വന്നാലേ കുത്താൻ പറ്റുള്ളൂ. അല്ല ഓ, അവര് നമ്മളെ പുറകെ ആ അത് ഉത്തരം കറക്റ്റാ. നമ്മൾ അതിനെ സ്നേഹിച്ചു വളർത്തുന്നല്ലേ? അതെ അതെ. അല്ലേ? നിങ്ങൾ എന്തൊന്നും പറയാത്ത നിങ്ങളെന്താ സപ്പോർട്ട് ചെയ്യാത്ത? നീ പറഞ്ഞതിൽ ഒരു വാസ്തവമുണ്ട്. എത്ര സ്നേഹിച്ചാലും അത് പിറകിൽ നിന്ന് വന്ന് കുത്തും അല്ലേ? നല്ലതാണ്. ഈ പുട്ടിനെ സ്നേഹിക്കണൊക്കെ ബെറ്റർ അല്ലേ കാളനെ സ്നേഹിക്കുന്നത്? പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് പുട്ട്. ക്ഷമിക്കണം. മാക്സിമം ട്രൈ ചെയ്താ അതെ. പക്ഷെ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് ചതിച്ചതാണ്. എന്റെ ഉത്തരല്ലേ എന്റെ ഉത്തരം. ഓക്കെ ഓക്കെ. അപ്പൊ 30 seconds ഓഫ് ടൈം കിട്ടാൻ പോവാണ്. എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ നിലവറയ്ക്ക് ഒരു റാണിയുണ്ട് കേട്ടോ. നിലവറയുടെ റാണിയിലോട്ട് കടക്കാം. മീനാക്ഷി സുധീർ. അപ്പൊ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, പക്ഷെ 1000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം വാങ്ങുന്ന സാധനങ്ങൾ. കാരണം പുറത്ത് ചെല്ലുമ്പോൾ നമ്മളത് സ്കാൻ ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തരുള്ളൂ. അപ്പം സ്കാൻ ചെയ്തിട്ട് 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മുഴുവനും സാധനം ഞാൻ ഇതേപോലെ അടുക്കി ഇവിടെ വെക്കുന്നതായിരിക്കും. അപ്പം ഷോപ്പിംഗ് ചെയ്യാനായിട്ട് യു ഹാവ് 30 seconds ഓഫ് ടൈം. ഗുഡ് ലക്ക്. റെഡി അല്ലേ? ആരാ പോകുന്നത് നിങ്ങളുടെ കൂട്ടത്തില്? നീ ബുക്ക് വേണേ. യൂഗോ. നന്ദന പോയിട്ട് വാ അല്ലേ? നന്ദന, ഓടണോട്ടോ. വീട്ടിൽ ആരാണ് ഷോപ്പ് ചെയ്യാറ് സാധാരണ? രണ്ടുപേരും. എല്ലാ സാധനങ്ങളുടെ വിലയൊക്കെ ഒരുവിധ ഐഡിയ ഉണ്ടോ? ഏകദേശം ആണ്. മറ്റേ ഇൻസ്റ്റാ പരിപാടി മിക്കവാറും ഓൺലൈൻ അല്ലേ? ഓക്കെ, റെഡി? ഓടൂ, വാരൂ, നേടൂ, go. വേഗായിക്കോട്ടെ. 30 seconds ടൈം. 1000 രൂപയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല നന്ദന. You have 20 seconds more. 1000 രൂപയാണുള്ളത്. Yes. 10 seconds കൂടിയുണ്ട്. 10 seconds ഉള്ളത്. ഇത് 1000-ൽ കൂടും. ഇത് 10,000 രൂപ. അത് 2000. സമയം ഓക്കെ, കറക്റ്റ് സമയത്തിന് തിരിച്ചു വന്നു. നിങ്ങളുടെ അവിടെ 1000 രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ. ഞാൻ ഇവിടുന്ന് പറയണ്ടായിരുന്നു കുറച്ചെടുക്ക്. അപ്പൊ നീ 2 മാഗിയും കൂടി എടുത്ത് വെച്ചല്ലേ? എന്താണെന്ന് അറിയില്ല, ഷോപ്പിങ്ങിന് പോകുമ്പോ നമ്മുടെയൊക്കെ വീട്ടിലെ ഭാര്യമാർ ഇങ്ങനെയാ. കണ്ടതും എല്ലാം കൈ കിട്ടിയതൊക്കെ വാരിയിടും. 1000 രൂപ നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കുന്നു വെച്ചിട്ടാവും അല്ലേ? അതെ. എന്തായാലും ഇത് ഒരൊറ്റ സാധനത്തിൽ ഈ സാധനം ബ്രേക്ക് ചെയ്യും. Okay. ഒരൊറ്റ സാധനത്തിൽ. കാരണം എനിക്കറിയാം ഇതെന്താ കാര്യം. ഏലക്ക മാൻ. ഇല്ല, അത് കഴിയുമ്പോ പിന്നെ ബാക്കിയൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഏലക്കയുടെ വില ഇത് എത്ര ഉണ്ടാവും? ഇതിന്റെ വില ഒരു ഐഡിയ പറ. ഞാൻ ഇൻസ്റ്റമാർട്ടിന്ന് വാങ്ങിക്കുമ്പോ 63 രൂപ ചെറിയ പാക്കറ്റ്. 3 ആണോ? അല്ല. മറ്റേ വായിൽ മണം വരാതിരിക്കാൻ ചവയ്ക്കുന്ന? അല്ല. ഏലക്ക എത്ര രൂപ ഉണ്ടോ? ഏലക്ക ഒരു 500. 550, 600. 600 രൂപ അല്ലേ? അപ്പൊ ആ ഏലക്ക അവിടെ ഇരിക്കട്ടെ. നമുക്ക് 600 രൂപയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു 2-3 സാധനങ്ങളുടെ വില നോക്കിയിട്ട് നമുക്ക് എടുക്കാം. എല്ലാവർക്കും ഏത് സമയത്തും, പ്രത്യേകിച്ചും പുതുതായി കല്യാണം കഴിച്ച ദമ്പതിമാർക്ക് ഏറ്റവും സഹായകരമാവുന്ന സാധനം മാഗി. കാരണം നമുക്ക് എല്ലാവർക്കും ഇത് കുക്ക് ചെയ്യാൻ അറിയാം. ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്തും ഇത് മാത്രമേ നമ്മളെ സഹായിച്ചിട്ടുള്ളൂ. 55. 1, 2, 3 പാക്കറ്റ് ഉണ്ട് മാഗി. 55 3 കലക്കി. 165 അല്ലേ? അപ്പോ മാഗി കിട്ടി. വൈറ്റമിൻ ഒക്കെ ആവശ്യമുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്വാവ ജ്യൂസ് അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും വിവാഹിതരായ പുതിയ ദമ്പതിമാർക്ക്. ഓക്കെ, 165 140. അപ്പോ 305 തേയില, അതും
3 റോസസിന്റെ നാച്ചുറൽ കെയർ തേയില. ശരി, 240. അപ്പൊ എത്രയായി? 545. ഓക്കെ ബൈ. ആ സീക്രട്ട് ഓഫ് ഹസ്ബൻഡിന്റെ ആരോഗ്യത്തിൽ എന്തായിരുന്നാലും ഒരു ഇത് കാണുമല്ലോ, ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ. ഇത് 299. അപ്പോ ഇത്രയും വെച്ചിട്ട് ഇതുവരെയും 844 ആയിട്ടുണ്ട്. എന്താ ബ്ലാക്ക് സോസ്, ക്യൂളിനറി ഡാർക്ക് സോസ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? എന്താണ് അത് അവനോടല്ല, നിങ്ങളോട് ചോദിക്കണ്ടേ. അവനോട് എന്തിനെടുത്ത് എനിക്കറിയില്ല, ഞാൻ കുക്ക് ചെയ്യണ്ടപ്പോ എടുത്തതാ. ശരി. എന്തായാലും 96 ഉള്ളൂ. ഒരു തരത്തിൽ ലാഭമായി. 940 ആയി. ഒരു 60 രൂപയുടെ സാധനവും കൂടി ആ വന്നാൽ- ഏലക്ക 60. അത് 60 ആണെന്ന് പറഞ്ഞല്ലോ നേരം. അത് ഞാനല്ലേ പറഞ്ഞത്. ടൊമാറ്റോ സോസ് അത് അത്യാവശ്യം. മാഗി ഉണ്ടെങ്കിൽ ടൊമാറ്റോ 78. എത്രയായി? കഴിഞ്ഞു 1000 ഓ 1018. കഷ്ടപ്പെട്ട് ഞാൻ എന്നാലും 100 രൂപയ്ക്ക് താഴെയാണെങ്കിൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അല്ലേ? അവരൊരു കേട്ടത്. ഓ ഇവിടെ 170. അപ്പൊ എത്രയായി? എനിക്ക് കണക്ക് മനസ്സിലായില്ല ചേട്ടാ. 1188 ആയി. നേരത്തെ പറഞ്ഞ പോലെ 60-ന് താഴെയാണെങ്കിൽ 1-2 സാധനം മാറ്റി കൊടുത്താലോ എന്ന് ആലോചിക്കുക. തരൂ. കൊടുക്കണം, എവിടെ എല്ലാം കൊടുക്കാം അല്ലെ? ഓപ്പോസിറ്റ് ഉള്ള ആൾ വരെ അത് പറയുമ്പോ നമ്മളത് ചെയ്യേണ്ടി വരുമല്ലോ. ഇതിന്റെ വില ഒന്ന് കാണിച്ചു തരുമോ? 1150. എന്തിനാണ് ഞാൻ ഇലക്ക് എടുത്തിട്ടത്? ഒരു എനിക്കറിയില്ല. ആവശ്യമില്ലാത്തൊരു സാധനം. അത് മാഗിയുടെ കൂടെ ഏലക്ക കഴിക്കുന്ന ആദ്യത്തെ ആൾക്കാർ. ചായയിലെ ഇലക്കിടാൻ ഇഷ്ടം, അതുകൊണ്ടാ. അതാ 3 റോസിന്റെ കൂടെ എടുത്ത ഏലക്ക. വളരെ ഐശ്വര്യപൂർവ്വം അതെ, ഇത് അതെ. നമുക്ക് മടക്കി കൊടുക്കാം. തിരിച്ചു കൊടുക്കാം. ഇതൊക്കെ മീനാക്ഷി ഏൽപ്പിച്ചോളൂ കേട്ടോ. ഒരു ഉപദേശം അതുലിന്റെ അടുത്ത് പറയാനുണ്ട്. 1000 രൂപ കൊടുത്തു വിട്ടപ്പോ 2338 സ്റ്റോപ്പ് ചെയ്തിട്ട് വന്ന ആളാണ്. ദയവ് ചെയ്ത് ഒറ്റയ്ക്കൊന്നും ഷോപ്പിലോട്ട് വിടരുത്. എക്സ്പീരിയൻസ് ഉണ്ട്. ആണല്ലേ? Brilliant. നല്ല രീതിയിൽ കൈപിടിച്ചു. Thank you. അവസാന സെക്കൻഡ് വരെ ആ ഷോപ്പ് ചെയ്യാൻ കാണിച്ച മനസ്സ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഗെറ്റ് റെഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2. ഇത് വെക്കാൻ ഓപ്പൺ ആണ്. 2 പേരിൽ ആർക്ക് വേണേലും. നിങ്ങൾ ഇതുവരെയും കേറിയിട്ടില്ല, ഷോപ്പ് ചെയ്യണ്ടേ? പിന്നെ അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യം കേട്ടോളൂ. ചോദ്യം ഇതാണ്: ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിന്റെ മൂല്യത്തിന് തുല്യമായ അക്ഷരങ്ങളുള്ള ഒരേ ഒരു സംഖ്യ ഏതാണ്? 4. ഏ 4. അതെന്താ കാര്യം? FOUR. 4. കറക്റ്റ് 4 അക്ഷരമേ വരുന്നുള്ളൂ. കറക്റ്റാണോ? കറക്റ്റ് അല്ലേ? Correct. എനിക്ക് ഇവരെ രണ്ടുപേരും ഇഷ്ടം അറിയൂ. അപ്പോഴും കൂടെയുള്ള ആളിന് വിശ്വാസമില്ല. ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു അതെ. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയിൽ. രണ്ടുപേരും തമ്മിൽ കോമ്പിനേഷൻ സീൻ ഒന്നും ഇല്ലല്ലോ. ഉണ്ട്, പക്ഷെ ഇല്ല. ആ അത് പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. 4 എന്നുള്ളത് ശരിയായ ഉത്തരവല്ലേ? 30 സെക്കൻഡ് സമയം നമ്മുടെ നിലവറയിൽ കിട്ടും. ആരാണ് പോകുന്നത്? ഇല്ല, അവനല്ല ആൻസർ പറഞ്ഞേ. ഇത് അവന്റെ ആൻസറാ. ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് നീ പോയിട്ട് വാ. ഓടൂ, വാരൂ, നേടൂ, go. Yes. Shut up. Come on. 30 seconds ആണ്. കഴിഞ്ഞ തവണത്തെ പോലെ അബദ്ധം കാണിക്കരുത്. Yes. 15 സെക്കൻഡ് ആണ് ഇനി ബാക്കിയുള്ളത്. 15 സെക്കൻഡ് ബാക്കിയിട്ട്. ഇപ്പൊ 10 സെക്കൻഡ് ബാക്കിയിട്ട്. നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിൽ കടക്കണം. Yes. ബുദ്ധിമാൻ. സെറ്റാണ്, ഒന്നും പഠിക്കാനില്ല. ഒരു കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ട്. അതെ, എല്ലാം 2 ചേർത്തു. ശരിക്കും കേട്ടോ, നൻപൻ. ചെറിയ OCD ഉണ്ടാ? നല്ല OCD ഉണ്ട്. നല്ല OCD ഉണ്ടെന്ന് തോന്നുന്നു. ഇത് എനിക്ക് വേറൊന്നും കൊണ്ടല്ല, എല്ലാവരുടെയും ഷോപ്പിംഗ് ബാഗ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും ഡീസന്റ് ആയിട്ട് അടുക്കി വെച്ചൊരു ഷോപ്പിംഗ് ബാഗ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതും ഇത്രയും വാരി വലിച്ചിടുമ്പോ നമുക്ക് 30 സെക്കൻഡ്സ് ടൈം ഉണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നാൽ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ അല്ലേ? ഫുൾ അടുക്കി അല്ലേ? എല്ലാം ഇങ്ങനെ നേരെ ആയിരിക്കണം, പക്കയായിരിക്കണം. എല്ലാം ആണല്ലേ? ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇതിന്? ഭാര്യ ഒന്നും പറയാറുണ്ട്, പക്ഷെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. കൊള്ളാം കേട്ടോ. അതാണ് മുടിയൊക്കെ ഇട്ടേക്കുന്ന രീതി കണ്ടാൽ നമുക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു അലസമായിട്ടുള്ള അല്ലേ? ലൈഫാണ്. പറ്റിപ്പാണ്. നോക്കട്ടെ, റെഡി സാർ. ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള സാധനം ചന്ദ്രിക സോപ്പ് എടുത്തിട്ടുണ്ട് 2 പേർക്കും വേണ്ടിയിട്ട്. ഇതിന്റെ ഏറ്റവും രസമുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതിന് 270 രൂപയാണ്. പക്ഷെ ഈ പാക്കിലൊരു സംഭവം ഉണ്ട്, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. ഓ, അപ്പോ ഈ രണ്ടാമത്തെ പാക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇത് അറിഞ്ഞെടുത്തല്ലോ. അല്ല,
പക്ഷെ ബ്രില്യന്റ്. ഇനി അച്ചാർ. ഇന്ന് വൈകുന്നേരം വീട്ടിലേക്കാണോ അതോ ഓക്കെ അത് പിന്നെ 99ന്റെ 2 എണ്ണം. അപ്പോ 468. അതെ 468. ഭയങ്കര ഞാൻ പറഞ്ഞ ഇത്രയും സ്നേഹമുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടൂല. എല്ലാം എടുത്തത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഇവനിത് എനിക്കെടുക്കുന്നത് ഭയങ്കര വെറുതെ. നമുക്ക് വെറുതെ തോന്നിയതാണ്. നിങ്ങൾ പറ്റിക്കുകയാണ് ആൾക്കാരെ. 140. അത് 140 ഒരെണ്ണം. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് 200. ഏലക്കൊക്കെ എടുക്കാറുന്നില്ലേ? എങ്ങാനും ഇനിയിപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകണമെങ്കിൽ വിമിന്റെ പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഓ അതാണ് സെന്റിമെന്റൽ വാല്യൂ. ബ്രാൻഡ് ലോയൽറ്റി. അതെ. അപ്പൊ ഇതുവരെയും 808 ആയിരുന്നു. ഈ നമ്മുടെ വിമ്മ് ബാറും കൂടി വരുമ്പോ 30 കൂടി ചേർത്ത് 830. കൺഗ്രാറ്റുലേഷൻ. വിശാഖിന്റെ OCD ശരിക്കും പറഞ്ഞ അവിടെ കറക്റ്റായി. അതുകൊണ്ട് കറക്റ്റ് മറ്റേ കണക്കിട്ടതുപോലെ കാര്യം വന്നു. 1000ലാണ് കറക്റ്റ് വന്നിരുന്നേ ഉണ്ടല്ലോ. തീർന്നു. ഞാൻ ഇന്ന് തന്നെ എത്രയും പേര് ഡോക്ടറെ കാണിക്കുന്നു. അപ്പൊ അങ്ങനെ റൗണ്ട് 1 ഇവിടെ അവസാനിച്ചു. റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ. രണ്ടിലൊന്നറിയാം. ഇത് ഡ്യുവൽ ട്രയൽ. ഡ്യുവൽ ട്രയലിൽ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ ട്രയലിൽ നിങ്ങൾക്കുള്ള ചോദ്യം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. മറ്റൊരിലേക്ക് പാസ് പോകില്ല. പക്ഷെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിന് കിട്ടുന്നത് നമ്മുടെ ഓഡിയൻസിന്. കുറെ നേടും. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 സെക്കൻഡ് സമയം നമുക്ക് ഇതിനകത്ത് നിലവറയ്ക്കുള്ളിൽ കിട്ടും. ഈ 45 സെക്കൻഡ് സമയം കൊണ്ട് ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവിടെ ഇരിക്കുന്ന റെഡ് റിബൺ കിട്ടിയിട്ടുള്ള എന്ത് ഇലക്ട്രോണിക് അപ്ലയൻസും എത്ര എണ്ണം വേണമെങ്കിലും കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോ കറക്റ്റ് ആയിട്ടൊന്ന് കാണുക. ഓഡിയൻസ് നിങ്ങളും കേട്ടോ കറക്റ്റ് ആയിട്ട് കാണുക. കാരണം അതിനകത്തെ ചെറിയ ഡീറ്റെയിൽസിൽ വരെ ചിലപ്പം ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ശ്രദ്ധിച്ചു കാണുക. റെഡി? റെഡി. കോഴിക്കോട് റോഡിലെ ഒരു കെട്ടിടത്തിന് മുകളിലെ ആകാശത്ത് നിന്നാണ് വെളിച്ചം വന്നു പോകുന്നതെന്ന് കണ്ടെത്തി. ഈ കെട്ടിടത്തിന് മുകളിൽ 3 പേരെ കണ്ടതോടെ പോലീസിനൊപ്പം കൂടിയ നാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂടി. മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രാവുകളാണ് ആകാശത്ത് പറന്നു നടന്നത്. ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കാലുകളിൽ LED ലൈറ്റുകൾ ഘടിപ്പിച്ചിരുന്നു. ഇതാണ് വിനയായത്. ഓക്കെ, ശ്രദ്ധിച്ച് കണ്ടുവോ? ഇടയ്ക്ക് വന്ന നമ്പേഴ്സ് ഒക്കെ കണ്ടുവോ? കണ്ടായിരുന്നു. നിങ്ങൾക്ക് പാസ് വരില്ല, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ പ്ലാനിങ്. പ്ലാനിങ്. അത് മാത്രമല്ല എങ്ങനെയായിരിക്കും നിങ്ങളുടെ ചോദ്യം എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ കിട്ടും. പക്ഷെ അതായിരിക്കില്ലല്ലോ ഞങ്ങൾ ഇതല്ല. ഞങ്ങൾക്കറിയാം. റെഡി? റെഡി. കെട്ടിടത്തിന് മുകളിൽ എത്ര പേരെയാണ് നമ്മുടെ ജനങ്ങൾ കണ്ടത്? 3 അല്ലേ? 3 അല്ലേ? ഒരു ലൈറ്റ് ഉള്ള പ്രാവിനല്ല കണ്ടത്. അല്ല 3 പേരല്ലേ? 3 ഉറപ്പിച്ച് പറയണം, സംശയം ചോദിക്കരുത്. പേരെയാണ് കണ്ടത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ തോന്നിയേ? ഞങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ഗിഫ്റ്റ് ഇട്ടാനല്ലേ? ഉത്തരം നമുക്ക് പക്ഷേ ലോക്ക് ഇൻ ചെയ്യണമെങ്കിൽ അവർ പറയണം. ലോക്ക് ചെയ്തോ? 3 ബസർ. ഉത്തരം ശരിക്കും 3 തന്നെയാണ്. ഈ പ്രാവുകളുടെ മത്സരത്തിന് പോയ പ്രാവുകളുടെ അടിയിൽ കാണുന്ന LED ലൈറ്റ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ 3 ആളിനെ അവിടെ കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അതാണ് അതിനകത്തുള്ള ചോദ്യം അല്ലേ? ഇതിനിടയ്ക്ക് ആ നമ്പരൊക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് 72 ഇത് എത്രയാണത്? ഇത് ജയറാമേട്ടനുമായിട്ടുള്ള ബന്ധമായിരിക്കും അവരുടെ ചോദ്യം അല്ലേ? അതിനിടയിൽ ഒരു ഓറഞ്ച് ലൈറ്റും സിഗ്നല്. അപ്പോ 45 സെക്കൻഡ് സമയം. ഇത് കറക്റ്റ് നീയാ. നേരത്തെ നന്ദന പോയി. ഇത്തവണ അതുലാണോ പോണേ? അതുലേ നമ്മുടെ ഉള്ളിൽ ആരായിരിക്കണം എന്നറിയോ നമ്മൾ മനസ്സിൽ ധ്യാനിക്കേണ്ടത്? CD മൂസയിലെ ബിന്ദു പണിക്കർ. മാക്സിമം അയ്യോ എന്റെ TV, അയ്യോ എന്റെ മിക്സി എന്നുള്ള രീതിയിൽ വേണം എടുത്തിറങ്ങാൻ. നമുക്ക് ഗെയിം എന്താണെന്ന് അറിയണ്ടേ? അതെ. ഓവർ ടു മീനാക്ഷി സുധീർ. ബോൾ കളർ ബോൾ എന്നാണ് ഈ ടാസ്കിന്റെ പേര്. അപ്പൊ ബേസിക്കലി ഇതാ ഇവിടെ ഒരു സ്റ്റിക്ക് ഉണ്ട് വിത്ത് എ സർക്കിൾ അറ്റാച്ച്. അത് ഈ ഒരു സ്പേസിൽ കൂടെ ഇങ്ങനെ ഇടുക. എന്നിട്ട് 5 വൈറ്റും 5 ബ്ലൂവും ഇങ്ങനെ പിക്ക് ചെയ്ത് താഴേക്ക് ഇടുക. 5 എണ്ണം വേണോ മീനാക്ഷി? 5 എണ്ണം വേണം എനിക്ക്. ആണോ? യെസ്. അങ്ങനെ അത് നിതിൻ ചേട്ടാ പിച്ചപ്പള്ളിയിൽ ഏജൻസീസ് തരുന്ന എത്ര വേണോ ഗിഫ്റ്റ് അവർക്ക് കൊണ്ടുപോകാം. റെഡ് കളർ ഉള്ളത്. അപ്പൊ പിന്നെ നമുക്ക് പറയാലോ. വലിയ ഗിഫ്റ്റുകൾ കൂടുതൽ വെച്ചപ്പോൾ തോന്നി. അതെ. തുടങ്ങാം നമുക്ക്. റെഡി?
ഓടൂ വാരൂ നേടൂ ഗോ. അഞ്ചെണ്ണം വേണം, വൈറ്റ് വേണം, ബ്ലൂ വേണം. 1 2 ഓക്കെ അത് എടുത്തോണ്ട് വന്ന ഗ്രേസ് ഭാര്യ പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ച് വീട്ടിൽ മിക്സി ഇല്ല. എത്ര വേഗം ഒരു മിക്സി വേണമെന്ന്. ഇത് നിങ്ങൾ കാണാത്തൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓരോ സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് വെച്ചതിൽ മിക്സിയുടെ പൊസിഷൻ നോട്ട് ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടു. അല്ലേ? ഒന്നും എടുത്തില്ലേ, മിക്സിയിൽ എടുത്തിട്ട് വരുമെന്ന് വിചാരിച്ചില്ലേ അല്ലേ? അതിന്റെ കൂടെ ആ ഒരു ബേണർ ടോപ്പും. വീട്ടിലേക്ക് ഈ 2 സാധനങ്ങൾ ഇനി വേണ്ട കേട്ടോ. അതിന്റെ കൂടെ തേപ്പ് കിട്ടിയും. അടിപൊളി. വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്. ഞാൻ ശരിക്കും ടൈമിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചു, പക്ഷെ നല്ലതായിട്ട് കളിച്ചു. ഓഡിയൻസ് ആ ചോദ്യം അവരെടുത്തു, അവർ ജയിച്ചു. കുഴപ്പമില്ല, നമുക്ക് അവസരം വരും. അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു വീഡിയോ ആണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ? മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയങ്ങോട്ട്. മലയാളം നാളെ. അയ്യോ കേട്ടിട്ടില്ല. അശ്വതി, ഉം. ഭരണി, ആ. കാർത്തിക, ആ. രോഹിണി, ആ. റീന, ഓനി. അതെനിക്ക് തോന്നി. ഇങ്ങോട്ട് വാ. മലയാളത്തിൽ സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന. എനിക്ക് സഹിക്കാൻ പറ്റും. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ച് കണ്ടല്ലോ. സാറിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇല്ല എനിക്കറിയില്ല. ഓക്കെ, ചിത്രത്തിൽ നമ്മളിത് കണ്ടതിനിടയിൽ കുറച്ച് ഫ്ലവർ വേസസ് കാണിച്ചു അല്ലേ? ആ ഫ്ലവർ വേസിൽ മഞ്ഞ നിറത്തിലുള്ള എത്ര ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു? യെല്ലോ കളറിലുള്ള എത്ര ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു? ഫ്ലവേഴ്സ് അല്ല. ഡാർക്ക് ബ്ലൂ ഉണ്ടായിരുന്നു, റോയൽ ബ്ലൂ ഉണ്ടായിരുന്നു, ലൈറ്റ് ബ്ലൂ ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, ഒരു യെല്ലോ ഉണ്ടായിരുന്നു അല്ലേ? ഓറഞ്ച് യെല്ലോ, പിങ്ക് യെല്ലോ. യെല്ലോ ഇപ്പൊ ഒന്നല്ലേ? യെല്ലോ ഒന്നുള്ളൂ, ബാക്കി അതിന്റെ വേറെ ഷെയ്ഡ്സ് അല്ലേ? പറഞ്ഞോളൂ. താങ്കളല്ലേ CI? നമ്മള് കോൺസ്റ്റബിൾ ആണല്ലോ. അതെ, ധൈര്യമായിട്ട് പറ. ഒരു യെല്ലോ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് ഓറഞ്ച് ആയിരുന്നു. ഒരു യെല്ലോ, മറ്റേത് ഓറഞ്ച്, മറ്റേത് കുറച്ച് വേറെ ഷെയ്ഡ് ആയിരുന്നു ആക്ച്വലി. ഒരു യെല്ലോ. ഒരു യെല്ലോ. നിങ്ങള് ഉത്തരം ഒരു യെല്ലോ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഇവരെല്ലാരും ഒരു യെല്ലോ എന്ന് പറയുമ്പോ അപ്പൊ ഒരു യെല്ലോ അല്ലേ ഉള്ളൂ? നോക്ക്. ഇത്രയും കൺഫ്യൂഷനില് പിന്നെ നീ നേരത്തെ 2-3 കളർ പറഞ്ഞു. അത് അതിലേ ഇല്ല എന്നല്ലേ? എന്തായാലും നമുക്ക് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കാര്യം ചോദിക്കട്ടെ. യെസ്. ചാക്കോച്ചൻ വീണ്ടും ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന സിനിമ അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു രണ്ടുപേരുടെയും? അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. റംസാൻ എത്ര കുറെ ഇതാണോ, അതായത് ഒരു മെയിൻ ലെങ്ത് ഉള്ള ക്യാരക്ടർ ആണോ? എങ്ങനെയാണ്? എനിക്ക് ബേസിക്കലി ഇത് ഓഡിഷൻ എന്നെ വിളിച്ചതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഡീറ്റെയിൽസ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോ മാർട്ടിൻ ചേട്ടനാണ് പ്രൊഡ്യൂസർ. ഓഹോ, ചാക്കോച്ചനാണ് നായകൻ. അപ്പോ എന്നെ സംബന്ധിച്ച് ലൈക്ക് ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ് ഞാൻ എപ്പോഴും റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെ ഡ്രീമിന് അച്ചീവ് ചെയ്യാൻ പറ്റും. അവസാനത്തെ ചാട്ടം കണ്ട മനസ്സിലായി, വളരെ നോർമൽ ആയിട്ട്. ഇല്ല, അപ്പൊ ആക്ച്വലി നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ എത്തിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പരിപാടിയായിരുന്നു ചാക്കോച്ചന്റെ കൂടെ എവിടെയെങ്കിലും ഒരു വേദിയിൽ പെർഫോം ചെയ്യാന്നുള്ളത്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഓൾറെഡി നടന്നു. ആക്ഷൻ അസലടിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇനി അങ്ങോട്ടും അത് കൊണ്ടുപോകുമ്പോ ഭയങ്കര ഗുണമാവട്ടെ. അപ്പൊ ഗെയിം എന്താണ് ഗെയിം എന്ന് ആദ്യം കാണാം. അതിനുശേഷം നിങ്ങൾ ആരാണ് പോകുന്നതെന്ന് തീരുമാനിക്കും. ഓക്കെ, റെഡി? മീനാക്ഷി, ഇവിടെ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സിന്റെ ലേബൽ ഉണ്ടാകും. ഓക്കെ, അപ്പം ആ ലേബലോട് ചേർത്തിട്ട് ഇങ്ങോട്ട് വാ പേരൊക്കെ ഇങ്ങനെ മാച്ച് ചെയ്ത് വെക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് പരിപാടി ചെയ്യാം. അപ്പം ഈ ഒരു ടാസ്കിന്റെ പേരാണ് പഴപ്രശ്നം. ഓക്കെ,
അപ്പം എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിട്ടാപ്പള്ളിയിൽ നൽകുന്ന ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് ഇവിടെ. അതിൽ നിന്നും റെഡ് റിബൺ കിട്ടിയിട്ടുള്ള കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും ഗിഫ്റ്റ് എടുത്തിട്ടില്ല. അവരെ അടക്കുന്നതിലേക്ക് കിടക്കുക. എന്താ ചിരിക്കുന്നത്? അവിടെ മറ്റേ മസാജ് ഒക്കെ തുടങ്ങി. റെഡി? വേണമെങ്കിൽ നീ പൊക്കോ, രണ്ടാമത് അത് കേട്ടപ്പോ റംസാൻ പോണോ വേണ്ടത് റംസാൻ റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. എന്റെ പൊല്ല്, സൂപ്പർ സൂപ്പർ. ഓക്കെ, ഇതുവരെ തേപ്പ് കിട്ടിയിട്ടില്ല റംസാനെ? തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം. അപ്പോ ഇത് മാറ്റി ഓടി വാരി നേടുന്ന അടിച്ചു വാരി നേടി ഇതോടെ പറയാൻ. അതെന്താ? എന്താണെന്ന് അറിയാതെ എമർജൻസി ലാമ്പ്. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു ഇൻഡക്ഷൻ കുക്കർ, 2 ബേണർ ടോപ്പ്. രണ്ടുപേർക്ക് വേണ്ടി. എങ്ങാനും ഗ്യാസ് തീർന്നു പോയാൽ വീണ്ടും ഇൻഡക്ഷനിൽ വരെ കുക്ക് ചെയ്യും. അതെ, ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാം. മൊത്തത്തിൽ ക്ലൗഡ് ആയിട്ടുണ്ട് സാലോ. അടിപൊളി, കലക്കി. നമ്മളെ ഒരു തീരുമാനം എടുക്കണേ, ഇനി ഡാൻസേഴ്സ് വേണ്ട. സൂക്ഷിച്ചു കൊണ്ടോണേ. സൂക്ഷിച്ചേ. എന്റെ അമ്മേ, പിട്ടാപ്പള്ളിയിൽ വിളിക്കുവോ? കുറച്ചേറെ സാധനങ്ങൾ തിരിച്ചുകൊണ്ടുവരാനുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേ, ബ്യൂട്ടിഫുൾ പ്ലേ. പക്ഷേ ഇവിടെ എനിക്കൊരു വിഷമമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം തന്നു. അതുകൊണ്ട് നമ്മുടെ പാവ ഓഡിയൻസിന് അവസരം കിട്ടിയിട്ടില്ല. ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ വേണ്ടേ? ശരി, ഒരു ചോദ്യം ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യം കേട്ടിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നാൽ മതി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നമ്മുടെ തമിഴ് ഒരു നടൻ ഒരു പാർട്ടി പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ പേര് TVK. ആരാണ് ആ നടൻ? ഇവിടെ ഫസ്റ്റ് ഉത്തരം എന്താ? ഫസ്റ്റ് ഒരാളതാ ആദ്യം കൈപൊക്കിയത് ഇവിടെ നിന്നാണ് അല്ലേ? ഓക്കെ, എഴുന്നേക്കൂ. എന്താണ് പേരെന്താണ്? രമ്യ. രമ്യ, എന്താണ് ഉത്തരം? ദളപതി വിജയ്. ദളപതി വിജയുടെ പാർട്ടിയുടെ പേരാണോ TVK? ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതിന്റെ പേര് അതാണോ ഒന്ന് ഓർമ്മുണ്ടോ? ദ ഗോട്ട് വിജയ് തന്നെയാണ്. പേര് പറഞ്ഞത്? രമ്യ. രമ്യ എന്ത് ചെയ്യുന്നു? ഞാൻ CDS അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, രാമമംഗലം ഗ്രാമപഞ്ചായത്ത്. രാമമംഗലം ഗ്രാമപഞ്ചായത്ത് അല്ലേ? അതെ, അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പൊ എന്തായാലും ഗെയിം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മീനാക്ഷി, നമ്മുടെ ഓഡിയൻസിൽ നിന്ന് വരുന്ന ചേച്ചിക്കായിട്ട് ഞാൻ കാത്തു വെച്ചിരിക്കുന്ന ഗെയിമാണ് ബോൾ ഇൻ ദ ബാസ്കറ്റ്. അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി. മുമ്പിൽ കുറെ ബോൾസ് ഉണ്ട്. ബോൾ ഇൻ ദ ബാസ്കറ്റ്. നമുക്കൊരു വെറൈറ്റി വേണ്ട. അപ്പൊ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. പരിപാടി ഞാൻ എറിയണോ? വീഴോ നോക്കട്ടെ. വീണ്. അപ്പൊ സിമ്പിൾ. രമ്യ, മീനാക്ഷിക്ക് വരെ കിട്ടി. സിമ്പിൾ. അതെ, ഇനി ചേച്ചിക്ക് കിട്ടിയില്ലെങ്കിൽ നാണക്കേടാണ്. ചേട്ടൻ കളിയാക്കുവേ. അപ്പൊ എന്താ വെച്ചാൽ 2 ബോൾ ഇതേപോലെ ബാസ്കറ്റിൽ ഇടുക. ബാസ്കറ്റിൽ വീണ ശേഷം ഗ്രീൻ കളർ റിബൺ കെട്ടിയ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകിയിട്ടുള്ള എത്രയോ ഗിഫ്റ്റ് വേണമെങ്കിലും കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും എടുത്തിട്ട് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഗിഫ്റ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ടൈം ലിമിറ്റ് 45 സെക്കൻഡ്. എളുപ്പല്ലേ? സിമ്പിൾ അല്ലേ? അതിനകത്ത് വിട്ടുപോയി തിരിച്ചു വിടില്ലേ? ഇല്ല, നമുക്ക് ഇവിടെ പിന്നെ മീനാക്ഷിയുടെ കൂടെ മറ്റേ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയെ പോലെ മീനാക്ഷി. അത് കഴിഞ്ഞാൽ പിന്നെ മീനാക്ഷിയുടെ അടിമയായിട്ട് ജീവിക്കും. അതെ, സ്വാഗതം എന്റെ മലയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അപ്പൊ റെഡി അല്ലേ? റെഡി റെഡി. ഓടൂ, വാരൂ, നേടൂ, ഗോ.
ഒരു കുടുംബമായിട്ട് വന്ന് കുടുംബത്തിന് മുഴുവനുള്ള പാത്രങ്ങളും കൊണ്ടാണ് ചേച്ചി തിരിച്ചു പോകുന്നത്. കംപ്ലീറ്റ് നോൺ സ്റ്റിക്ക് കാസറോള്. ഇതെന്താ 2 കാസറോള്, അതുപോലെ എല്ലാം കാസറോളാണ്. വലിയ സന്തോഷം. കട തുടങ്ങാലോ. സൂപ്പർ ആയിട്ട് കളിച്ചില്ലേ? പിന്നെ നിങ്ങൾക്ക് ഇപ്പം രമ്യ നേടിയതുപോലെ ഗിഫ്റ്റുകൾ നേടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓഡിയൻസ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളിലേക്ക് ഒരു മെയിൽ അയച്ച് അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാവണമെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, വെച്ചോളൂ. അങ്ങനെ നമ്മുടെ റൗണ്ട് 2 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി റൗണ്ട് 3. Get ready for round 3. Double trouble. ഈ കടമ്പയും കടന്നു. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോയ്സ് ഓഫ് ടോപ്പിക്സ് ഉണ്ട് ചോദ്യത്തിന്. നമുക്ക് ഒരു 6 ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യുന്ന അനുസരിച്ചുള്ള ചോദ്യം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതെന്ന് പറയുന്നത് 45 സെക്കൻഡ് സമയം തന്നെയാണ്. വീണ്ടും നിലവറയ്ക്കുള്ളിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ എടുത്ത് വരാൻ. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ ഒരു സാധനം അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു മിസ്റ്ററി ബോക്സ് ആണ്. അവിടെ 4 മിസ്റ്ററി ബോക്സസ് ഉണ്ട്. 2 are very good and 2 are very bad. 2 പോസിറ്റീവ്, 2 നെഗറ്റീവ്. ഈ 2 എണ്ണം നിങ്ങളുടെ ചോയ്സ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് വേണം നിങ്ങൾ പുറത്തിറങ്ങാനായിട്ട്. ഈ ബോക്സിനുള്ളിൽ ചിലപ്പം വെരി ഗുഡ് ബോക്സസിനകത്ത് ഉള്ളതെല്ലാം കിട്ടില്ല സമ്മാനങ്ങളാണ്. ടെലിവിഷനും ഫ്രിഡ്ജും ഈ പറയുന്നത് പോലെ തന്നെ മൊബൈൽ ഫോണുകളും ഉൾപ്പെടെയുള്ള ഒരുപാട് സമ്മാനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ മറ്റത് 2ലും അത് ഡിസഡ്വാൻറ്റേജ് ആണ്. അതിനകത്ത് ചിലപ്പോ നമ്മുടെ ഈ ഗെയിം നിങ്ങളുടെ ജേർണി ഇവിടെ അവസാനിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇതുവരെയും നേടിയെടുത്ത സാധനങ്ങളെല്ലാം ഫോർഫീറ്റ് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോ ഓപ്പോസിറ്റ് ടീമിന്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന സാധനങ്ങളിൽ ചിലത് ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതും അത് അങ്ങോട്ട് കാണിച്ചെന്തിനാ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കേണ്ടി വരും എന്നും പറയാം. ബാലൻസ് ആയില്ലേ? അപ്പോ അങ്ങനെ ഏത് വേണേലും സംഭവിക്കാം. കൂടുതൽ സാധനങ്ങൾ നിങ്ങളുടെ ആയതുകൊണ്ട് ആർക്കായിരിക്കും കൂടുതൽ എന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോ റെഡിയല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗിവ് ദം ദ ചോയ്സ് ഓഫ് ടോപ്പിക്. കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ശാസ്ത്ര സാങ്കേതികം, സയൻസ് ആൻഡ് ടെക്നോളജി. നല്ല ചോയ്സ് ആണല്ലോ. എന്റെ ഒപ്പീനിയൻ സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതികം കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമില്ല. റംസാൻ പഠിച്ച ടേസ്റ്റ് സാഹിത്യം. ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത്. കൊമേഴ്സ്. പക്ഷെ ഞാനിവിടെ പറയാൻ കാരണം ഒന്നില്ലെങ്കിൽ കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എടുത്താൽ അത് കുറച്ചുകൂടി കോമൺ ടോപ്പിക് ആണോ അല്ലെങ്കിൽ കുറച്ചും സേഫ് സൈഡ് ആണോ എന്ന് എനിക്കൊരു ഇന്ത്യൻ സിനിമ. വിശാഖ ശാസ്ത്ര സാങ്കേതിക ആദ്യം പറഞ്ഞു. അവര് ഭ്രാന്ത് അബുദാബിയിലല്ലേ പഠിച്ചിരുന്ന? ഞാൻ ഷാർജയിലല്ലേ പഠിച്ചിരുന്നത്. അതെ, അതുകൊണ്ട് പിന്നെ എഞ്ചിനീയർ ആയതുകൊണ്ടുള്ള അഹങ്കാരമാണ്. അപ്പൊ ഇന്ത്യൻ സിനിമ അല്ലേ? അപ്പൊ ശാസ്ത്ര ഒരു തീരുമാനം എടുക്ക്. ഇല്ല ചക്ര, നിന്റെ ഇഷ്ടം പോലെ. ഇന്ത്യൻ സിനിമ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. ഓ, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വെറുതെ ചുമ്മാ നീ ആംഗ്യ ഭാഷയിലൂടെ ഇങ്ങനെയൊക്കെ ആക്കാലോ. ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമ. So going for the topic, Indian cinema. ഇനി അതറിയരുത്. Question number 1. മക്കൾ സെൽവൻ എന്ന വിശേഷണമുള്ള തമിഴ് നടൻ ആരാണ്? വിജയ് സേതുപതി. വിജയ് സേതുപതി. വിജയ് സേതുപതി. വേണ്ട, ഞാന് റംസാന്റെ എക്സ്പ്രഷൻ നോക്കി. അല്ല, എന്താണെന്നറിയോ, നമുക്ക് ചിലപ്പോ ഈ ഉത്തരങ്ങൾ അറിയായിരിക്കും. പക്ഷെ ഓൺ ദ സ്പോട്ട് വരുമ്പോൾ Yeah. ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അല്ല, this is വിജയ് സേതുപതി. വിജയ് സേതുപതി. മക്കൾ സെൽവൻ എന്നാണോ അതിന്റെ കൂടെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷണമുണ്ടോ? മക്കൾ സെൽവൻ എന്ന് പറയുന്ന ഒരു പഴയ നടന്റെ വിശേഷണമാണോ? ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല. മക്കൾ ചുമ്മാ കൺഫ്യൂസ് ചെയ്തത്. ശരി, മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്നത് തീർച്ചയായും വിജയ് സേതുപതി തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റവും രീതികളും ആൾക്കാർക്ക് സംസാരിക്കുന്നതും ഒക്കെ മക്കൾ സെൽവൻ ഒരു ഉമ്മ ആണല്ലേ? മക്കൾ സെൽവൻ ഒരു വലിയ കഴിയും കൂടി കൊടുത്തു. ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് 45 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരു ടാസ്ക് കഴിഞ്ഞാൽ മിസ്റ്ററി ബോക്സ്. അതാണ് എടുത്തു വരേണ്ടത്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ എ ഗുഡ് പ്രൈസ്. നല്ല സമ്മാനം കിട്ടട്ടെ. നമുക്ക് ടാസ്ക് എന്താണെന്ന് അറിയാൻ ഓവർ ടു മീനാക്ഷി സുധീർ.
നമ്മൾ അടുത്തതായി കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് എയർ കിക്ക്. സോ ദാ എന്റെ മുമ്പിലായിട്ട് 5 കപ്സ് ഉണ്ട്, ഒരു ബൗൾ നിറയെ ബലൂൺസും ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂൺ എടുക്കുക, അത് വീർപ്പിക്കുക, ആ എയർ ഉപയോഗിച്ച് ഈ ഒരു കപ്പിനെ ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുക. അതേപോലെ ഈ 5 കപ്പിനെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കണം. അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആയതായി നമ്മൾ കരുതുന്നത്. 5 എണ്ണം എത്തിക്കണം. പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത്? ഈ ഒരു മിസ്റ്ററി ബോക്സ് ആണ്. 4 എണ്ണം ഉണ്ട്. പക്ഷെ ഇതിൽ ഏതിലൊക്കെയാണ് നെഗറ്റീവ്, ഏതിലൊക്കെയാണ് പോസിറ്റീവ്, ഐ ഡോണ്ട് നോ. അത് നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ ഒരു ഭാഗ്യ പരീക്ഷണമാണ് മൊത്തത്തിൽ ഈ ഒരു റൗണ്ട്. തീർച്ചയായും. റെഡി? ആരാ പോണേ? വിശാഖല്ലേ പോണേ? വിശാഖേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓടൂ, വാരൂ, നേടൂ, ഗോ. പോണേ. ലാസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എടുക്കണോ അതിന്റെ അപ്പുറത്തിരിക്കണ എടുക്കണോന്ന്. കുഴപ്പമില്ല, എടുത്തത് കറക്റ്റ് ആണോ അല്ലേ ഇപ്പൊ അറിയാം. പക്ഷെ ബ്യൂട്ടിഫുള്ളി പ്ലേ ചെയ്തു. നമ്മൾ ആദ്യം ശരിക്കും കളിക്കുന്നത് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആദ്യത്തെ എന്റെ നാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഈസിയായി. പിന്നെ കപ്പൊക്കെ പറക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ മീനാക്ഷിയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. താങ്ക് യു മീനാക്ഷി. ഓഹോ, ശരി. ഓക്കെ, റെഡി. നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുറക്കാം. ഇതല്ലേ നിങ്ങളുടെ ഫുൾ സെറ്റ്? എന്താ? സോറിടാ. ഇല്ലല്ല, അത് കൊപ്പടാ. സബ്മിറ്റ് ചെയ്യാൻ മൊത്തം കൊടുക്കണോ? ചുമ്മാ എവർക്ക് ഗുണമൊന്നുമില്ല. മൊത്തം പോയോ? നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത 2 റൗണ്ടാ ഉള്ളത്. അതെ, 2 റൗണ്ട് എന്ന് പറയുന്നത് 4 നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ്, 5 നമ്മുടെ മെഗാ പ്രൈസ് വരുന്നത്. ശരിക്കും ഇപ്പൊ ഈ റൗണ്ട് കടന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോവുള്ളൂ. ഈ റൗണ്ടിൽ സാധാരണ എലിമിനേഷൻസ് ഉണ്ടാവാറില്ല. വളരെ കുറച്ച് സമയത്തെ ഇതിലൂടെ എലിമിനേഷൻസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഇത്തവണ ഈ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആകെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ജേർണി കണ്ടിന്യൂസ് വിത്ത് എ വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ. അടിപൊളി അടിപൊളി അടിപൊളി. എടാ അടിപൊളി. അപ്പുറത്ത് എടുത്തിരുന്നെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പുറത്തത് ചിലപ്പോ ഇതിനേക്കാളും നല്ലതാ. ബട്ട് വാഷിംഗ് മെഷീൻ പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന വാഷിംഗ് മെഷീനാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ അവസരമാണ് ഇനി അടുത്തത്. അപ്പോ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ടോപ്പിക് അവരെടുത്തു. വൈസ് ഡിസിഷൻ ആസ് വെൽ. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഉള്ളത് 5 ടോപ്പിക്സ്. നമ്മുടെ ചോയ്സ് ഓഫ് ടോപ്പിക്സ് ഒന്ന് കാണാം. കേരള ചരിത്രം, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ശാസ്ത്ര സാങ്കേതികം എടുത്തു, അതാണ് ഇവൻ പറഞ്ഞത്. അതെ, കായികത്തിലോട്ട് പോവാം അല്ലേ? സോ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. ഏതാണ് ഏറ്റവും കൂടുതൽ? അതായത് മെൻസ് ഫുട്ബോൾ വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ തവണ നേടിയിട്ടുള്ള രാജ്യം ഏതാണ്? നിങ്ങളല്ലേ ഫുട്ബോൾ കളിക്കുന്നത്? നന്ദന പറഞ്ഞു ബ്രസീൽ. ബ്രസീൽ എന്ന് പറയുന്നത് ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. നന്ദു പറഞ്ഞാൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ജർമ്മനി ആണോ? അല്ല, ജർമ്മനി ആരോ ജർമ്മനി എന്ന് പറഞ്ഞല്ലോ ഇതിനിടയിൽ. ആരാ ജർമ്മനി? ഞാൻ തന്നെ ഒരു ഡൗട്ട്. ജർമ്മനി ആണോ ബ്രസീൽ ആണോ എന്ന് ഡൗട്ട് ഉണ്ടോ? ഏറ്റവും കൂടുതൽ ബ്രസീൽ. ഏറ്റവും കൂടുതൽ തവണ വേൾഡ് കപ്പ് വിൻ ചെയ്തത് ബ്രസീൽ. ബ്രസീൽ ഉറപ്പിച്ചു. അതെ.
ജർമ്മനി വേൾഡ് കപ്പ് വിൻ ചെയ്തത് 4 തവണയാണ്. 4 times ഫീഫ വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുള്ള രാജ്യമാണ് ജർമ്മനി. അതിന് മുകളിൽ ഒരു രാജ്യം വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രസീൽ മാത്രമാണ്. പക്ഷേ ഫുട്ബോളിൽ ഞെട്ടിച്ചതല്ലേ? അതെ അതെ അല്ലേ? പറഞ്ഞില്ല. പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ടെറഫിൽ പോയി കളിച്ചപ്പോ പുള്ളിക്കാരത്തി ടിവിയിൽ ഇരുന്ന് ഗെയിം കണ്ടു. അതെ, അതുകൊണ്ട് കാര്യം ബ്യൂട്ടിഫുൾ തന്നെ. സോ 45 seconds ഓഫ് ടൈം. ഗെയിം എന്താണെന്ന് അറിയണ്ടേ? മീനാക്ഷി, പ്രാവശ്യത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബോൾ ആണ്. ഫ്ലോട്ടിംഗ് ബോൾ എന്ന് പറയാൻ കാര്യം ഈ വെള്ളത്തിലൂടെ ഈ ബോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ആ എൻഡ് ബാസ്കറ്റിലേക്ക് എത്തണം. അതാണ് ടാസ്ക്. അപ്പൊ അത് എങ്ങനെ എത്തും? നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഊതി കൊടുക്കണം എന്ന്. അങ്ങനെ ആ ബോൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ബാസ്കറ്റിൽ വീഴുമ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഒരെണ്ണം മതിയോ? ഒരൊറ്റ ബോൾ ഇട്ടാൽ മതി. ധാരാളം. അത്രേ എളുപ്പമാണ്. യെസ്. ആരാ ടാസ്കിന് പോണേ? ഓ, ഓൾ ദി ബെസ്റ്റ്. പോയി ചെന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കളിച്ചിട്ട് പേടിയില്ല, പക്ഷെ എന്റെ ഭാഗ്യം അനുസരിച്ചിട്ടേ ബോക്സ് ആണ് ടെൻഷൻ അടിക്കാതെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. തുടങ്ങല്ലേ? ഓടൂ, വാരൂ, നേടൂ, ഗോ. സെക്കൻഡ് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ വെള്ളം തെറിച്ചു. ഞാൻ ഈ വെള്ളം ഒഴിച്ചു തരാം. പക്ഷെ വെൽ പ്ലേഡ് വളരെ നന്നായി കളിച്ചു. ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ. ഊതി ഇതിലെ വെള്ളം മുഴുവൻ വിളിച്ചിട്ട് താഴേക്ക് പോയി. ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഇത്തിരി ഒരു ബോട്ടിൽ എടുത്തിട്ട് ഒന്ന് റീഫിൽ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഈസി ആകുമല്ലോ. 45 സെക്കൻഡ് സമയം ഉള്ളതുകൊണ്ട് അത് ചെയ്യാം. സമയം ബൈ നന്ദന. ബൈ ബൈ. നന്ദന അസലായിട്ട് ട്രൈ ചെയ്തു. അസലായിട്ട് ട്രൈ ചെയ്തു. പക്ഷെ ഇതിനകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അത് നല്ലതിനും ആവാം. ചിലപ്പോ അതിനകത്ത് നിന്ന് നന്ദന അവസാനം പോയി എടുത്തു വരുന്നത് ഒരു റോങ് ബോക്സ് ആയിരുന്നെങ്കിലോ? ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ആ ഗെയിം കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആവാത്തത്. അല്ലേ? അങ്ങനെ പറഞ്ഞ് സമാധാനിക്കും. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് മാറി കരയാം. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിലും അതെ. വളരെ വെൽ പ്ലേ. ഓക്കെ, ടൈം ഫോർ റൗണ്ട് 4. പവർ ഓഫ് 2. 2 നേട്ടം. ഇത് ഫുൾ നേട്ടം. ഇത് നേട്ടമാണ് എന്നുള്ളതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എലിമിനേഷൻ റൗണ്ട്. ഓക്കെ, ഇതിനകത്ത് ഒരു ടീം അല്ലെങ്കിൽ ഒരു ടീമും മുമ്പോട്ട് പോവില്ല. either one team will go forward, otherwise no teams will go forward. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് 2 3 ചോദ്യങ്ങളാണ്, 3 ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ബസർ അമർത്തി ഉത്തരം പറയാം. ബസർ അമർത്തി ഒരു ടീം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മറ്റേ ടീമിലേക്ക് പാസ് ആവും. പക്ഷെ 2 ടീം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പോയി. ഓഡിയൻസിന് അതിൽ ഇത് വരുന്നില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു സാഹചര്യം വരുന്നത്. ബട്ട് ഓൺലി 1 കണ്ടീഷൻ ടു ഡു എ ടാസ്ക്. 3 ചോദ്യത്തിൽ 2 ചോദ്യമെങ്കിലും ഒരു ടീം ഉത്തരം പറഞ്ഞു കഴിയും. ടാസ്കിന്റെ കൂടെ കിട്ടുന്ന ഗിഫ്റ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. അതൊരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും. ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളതും ഒക്കെ പറയാം. പക്ഷെ അത് ടാസ്കിലേക്ക് എത്തിയതിനു ശേഷം ഈ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് 45 സെക്കൻഡ് കൊണ്ട് ആ സാധനവുമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ then you go into the mega prize. മെഗാ പ്രൈസ് റൗണ്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കാർ ഓർ എ സ്കൂട്ടർ. അതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കാർ അല്ലെങ്കിൽ സ്കൂട്ടർ ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്. തുടങ്ങട്ടെ. റൗണ്ട് 4.
Hands on the buzzer. Get ready for question number 1. നിനക്കറിയാമെങ്കിൽ നീ എന്റെ കയ്യിലോട്ട് അടിച്ചോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രദ്ധിച്ചു കേട്ടോളൂ. ചോദ്യം ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തുക. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല ഏതാണ്? അവസാനമായി രൂപം കൊണ്ട ജില്ല ഏതാണ്? കേരളത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ ഒരു വേർതിരിവ് നടത്തിയിട്ടാണ് പിന്നീട് ജില്ലകളെല്ലാം ഫോം ആയതെന്നുള്ളത് അറിയാലോ അല്ലെ? അങ്ങനെയാണ് നമുക്ക് പല ജില്ലകളിലും മാറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അവസാനമായി രൂപം കൊണ്ട ജില്ല ഏതാണ്? ബസർ പ്രസ് ചെയ്തതിന്റെ കൂടെ ഭാര്യയുടെ കൈ കൂടി അടിച്ചോടിച്ചല്ലോ. ഇരിക്കട്ടെ. ഉത്തരം പറയൂ. പറയൂ. കാസർഗോഡ്. കാസർഗോഡ് ഉറപ്പിക്കാവോ? ഉറപ്പിച്ചോ, ചിലപ്പോ തെറ്റായിരിക്കും. തെറ്റാണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് പാസ്സാവുള്ളൂ. വെറുതെ ചെയ്യണതാ കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് ശരിക്കും പറഞ്ഞ കാസർഗോഡിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ അവസാനമായി രൂപം കൊണ്ട ജില്ല പക്ഷേ കാസർഗോഡ് തന്നെയാണ്. Now, ഒരു കാര്യം പറയാം. അടുത്ത ചോദ്യത്തിന് ഉത്തരം ഇവർ പറഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ഗെയിം അവസാനിക്കേ. ഓക്കെ, അടുത്ത ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ ഗെയിം അടുത്തൊരു ചോദ്യത്തിനൊട്ടും കൂടി അഡ്വാൻസ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ചക്രവ്യൂഹത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ്? പുരാണത്തിലെ ചക്രവ്യൂഹം എന്താണെന്നറിയാലോ? മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യുവിനെ പെടുത്തിയിരുന്നത് ചക്രവ്യൂഹത്തിലാണ്. ഇവിടെ വന്നു പാർലമെന്റ് ആണോ? ദ ഇന്ത്യൻ പാർലമെന്റ്. അത് ചക്രവ്യൂഹത്തിന്റെ രീതിയിലാണോ? അത് കുറച്ചുകൂടി വട്ടത്തിൽ ചക്രവ്യൂഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, മേസസ് ആണല്ലോ. മെയ്സസ് ആണ്. പക്ഷെ പാർലമെന്റിന്റെ നിർമ്മിതി അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? പാർലമെന്റ് ഒഫീഷ്യൽ ആൻസർ ആണോ? ഫൈനൽ ഒഫീഷ്യൽ ആൻസർ ആണോ? അല്ല, വെയിറ്റ്. അങ്ങനെ പറഞ്ഞ ഞാൻ ചിലപ്പോ കൺഫ്യൂസ് ചെയ്യുന്ന ആവാട്ടോ. അതാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അല്ല, അത് അടിക്കാലേ. പോയാ പോട്ടെ, അടുത്ത പ്രൊമോഷൻ പിടിക്കാം. ഓക്കെ. പാർലമെന്റ് തെറ്റായിട്ടുള്ള ഉത്തരം. പോട്ടെ, ഞങ്ങള് നിങ്ങൾക്ക് ഉള്ള ചാൻസ്. നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഉത്തരം നമ്മളോട് ചോദിക്കുന്നത് എന്താ ഉത്തരം? പുതിയ പാർലമെന്റ്. ഐ റിയലി ഡോണ്ട് തിങ്ക് ഓഡിയൻസിൽ നിങ്ങൾക്ക് അറിയില്ല, ഉത്തരം അറിയില്ലെന്ന് ഉറപ്പിക്കാലോ. അറിയില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും? ലോട്ടസ് ടെമ്പിൾ അല്ല, ലോട്ടസ് ടെമ്പിൾ അല്ല. കൊണാർക്ക് ടെമ്പിൾ അല്ല, തെറ്റാണ്. അപ്പൊ വീണ്ടും തെറ്റി. ഇന്ത്യയുടെ വാർ മെമ്മോറിയലാണ്. ഇന്ത്യയുടെ വാർ മെമ്മോറിയൽ പണിതിരിക്കുന്നത് ചക്രവ്യൂഹത്തിന്റെ രൂപത്തിലാണ്. ഡൽഹിയിലാണ് ഇന്ത്യ വാർ മെമ്മോറിയൽ. ആ വാർ മെമ്മോറിയൽ ഈ രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടി നമ്മുടെ ബാക്കിയുണ്ട്. അവർക്ക് ഇനിയും ചാൻസ് ഉണ്ടല്ലോ. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ബാക്കി. ഈ ക്വസ്റ്റ്യനിൽ തീരുമാനം എടുക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഒരു പുറത്തു വളർന്നാൽ നിങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്യാം. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 3. ഏറ്റവും ചെറിയ പേരുള്ള ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനായ IB ഓക്കെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? യാത്ര ചെയ്യാറുണ്ടോ? നിങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ? അങ്ങോട്ട് പോയിട്ടില്ല. ഫ്ലൈറ്റിലാ പോവാറ്. ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ പോയിട്ടുണ്ടെങ്കിലും ഇബില് പോയിട്ടില്ല. ഒരു ക്ലൂ തരാം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. രക്ഷയില്ല. ഉത്തരം പറയൂ. 5 4 3 പറയൂ. അവനാ ശരി, ഉത്തരം അറിയാം. ഉത്തരം അറിയാം, പറയൂ. പറഞ്ഞോ? ഞാൻ മോട്ടർ ആയതിന്റെ എന്തായാലും കിട്ടൂല. എന്തായാലും പറയൂ. പറഞ്ഞോ? പറഞ്ഞൊന്നും പറഞ്ഞ പ്രശ്നമില്ല. മിസോറാം തെറ്റാ. ഞങ്ങൾ പറയട്ടെ. ഇല്ലല്ലോ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഉത്തരം ഒഡീഷയാണ്. ഒഡീഷയിലാണ് ഈബ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ദ ഗെയിം എൻഡ്സ് ഹിയർ. പക്ഷേ സത്യം പറഞ്ഞ ആ സൈഡിലോട്ട് നോക്കിയാൽ അറിയാം എന്റെ അമ്മേ സൂപ്പറായിട്ട് കളിച്ച് നമ്മുടെ ഓഡിയൻസിലും അതെ. ഓക്കെ, എല്ലാരും സൂപ്പറായിട്ട് കളിച്ച് ഇന്ന് ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഗുഡ് നൈറ്റ് എവരിവൺ. അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.